ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. ഇന്ന് നമ്മൾ തലേ ദിവസം ബാക്കി വന്ന് ഇഡ്ഡലി കൊണ്ടൊരു ഉപ്മാവാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഇത് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് നമ്മുടെ ഒരു തമിഴ് ഫിലിം, സൂര്യവംശം എന്ന് പറഞ്ഞ ഒരു ഫിലിമിലാണ് കേട്ടോ. അപ്പോൾ അന്ന് തുടങ്ങിയിട്ട് ഞാൻ ഇതുവരെ ഇഡ്ഡലി ബാലൻസ് വന്നിട്ടുണ്ടെങ്കിൽ ഇഡ്ഡലി ഉപ്മാവ് ഉണ്ടാക്കാറുണ്ടേ. അപ്പം ഞാൻ അതിനായിട്ട് ഇഡ്ഡലിയൊക്കെ അങ്ങനെ പൊടിച്ചെടുക്കണം കേട്ടോ. നല്ല റവ തരി പോലെ റവ ഉപ്മാവ് പോലെ വരണമെങ്കിൽ നമ്മൾ ഈ ഇഡ്ഡലി ബാലൻസ് വരുന്ന സമയത്ത് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്താൽ സൂപ്പറായിട്ട് പൊടിയായിട്ട് വരും കേട്ടോ. അല്ലെങ്കിൽ എന്താ പറയുക, ഒരു വെള്ളം കിരിഞ്ഞതുപോലെ ഉണ്ടാവുകയെ, കട്ടയായിട്ട് ഇരിക്കുകയെ. ഇതിപ്പോൾ നല്ല തരിയായിട്ട് തന്നെ വരുന്നുണ്ട് കേട്ടോ. അപ്പം ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നലെ കുറച്ച് ഇഡ്ഡലി ബാലൻസ് വന്നേ. അപ്പോൾ ഞാൻ അതിന് ഫ്രിഡ്ജിലോട്ട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് അതിലോട്ട് കടന്നാലോ. എല്ലാ ഇഡ്ഡലിയും ഒന്ന് പൊടിച്ചെടുക്കാവേ. അത് കഴിഞ്ഞ് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ച് ഒരല്പം ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിലോട്ട് 1 സ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ജലദോഷമുണ്ട്, നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല. ഇനി അതിലോട്ട് ഞാൻ ഒരു 3-4 ചെറിയ ഉള്ളി, ഒരു 3-4 വറ്റൽമുളക്, ഒരു കുട്ടി കറിവേപ്പില ഇത്രയും എടുത്തിട്ടുണ്ട്. ഇത്രയും എടുത്ത് അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലതുപോലെ ഫ്രൈ ആയിട്ട് വരുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പം നല്ലതുപോലെ ഫ്രൈ ആയിട്ട് വരുന്ന സമയത്ത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു കളറ് മഞ്ഞൾപ്പൊടി ആവശ്യമുണ്ട് എന്നുള്ളത് ഉള്ളവർ മാത്രം ചേർത്താൽ മതി. എനിക്ക് ഈ മഞ്ഞ കളറ് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഓൾറെഡി ഇഡ്ഡലിയിൽ നമുക്ക് ഉപ്പുണ്ടാവും. അപ്പോൾ ഈ മുളകിലും ഉള്ളിക്കും വേണ്ടിയിട്ട് ഒരല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതേ ഇവിടെ ഞാൻ പൊടിച്ച് വെച്ചിരിക്കുന്ന ഇഡ്ഡലി എല്ലാം എടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ കിട്ടാനായിട്ട് തലേ ദിവസം ബാലൻസ് വരുന്ന ഇഡ്ഡലിനെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്താൽ റവ പോലെ കിട്ടും കേട്ടോ. ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അത് ഞാൻ അതിലോട്ട് പാത്രത്തിലോട്ട് കൊട്ടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. വളരെ സിമ്പിളായിട്ടുള്ള പണിയാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഇനി ബാലൻസ് വന്ന ഇഡ്ഡലിയൊക്കെ കളയാതെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇളക്കി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ലതുപോലെ മിക്സ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ കളറൊക്കെ നല്ല ചേഞ്ച് ആയിട്ടുണ്ട്. ഇത് റവ ഉപ്മാവാണെന്ന് തന്നെ കണ്ടാൽ പറയുള്ളൂ കേട്ടോ. കഴിക്കാനും അടിപൊളി ടേസ്റ്റാണേ. ഒരു 5 മിനിറ്റ് ഒരു കുറഞ്ഞ തീയിൽ, അതായത് ലോ ഫ്ലെയിം, ഞാൻ അടുപ്പിലായതുകൊണ്ട് ഈ ലോ ഫ്ലെയിം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ ചെറു തീയിൽ ഒന്ന് ഇതാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ടേ. വേണമെങ്കിൽ കുറച്ച് സമയം കൂടിയിട്ടൊന്ന് ഇതാക്കാം. ഓയിൽ കൂടുതൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ചുകൂടെ ഓയിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ കൂടെ വറ്റൽമുളകിന് പകരം പച്ചമുളക് വേണമെങ്കിലും യൂസ് ചെയ്യുക. തേങ്ങ ചിരക ഇടുന്നത് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതിൽ തേങ്ങ ചിരകിയിട്ടിട്ട് ഉപയോഗിക്കാം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇനി ഇതുപോലെ ഇഡ്ഡലി ബാലൻസ് വരികയാണെങ്കിൽ ഉണ്ടാക്കി നോക്കുമല്ലോ അല്ലേ. അപ്പോൾ ഞാൻ ഇഡ്ഡലി പൊടിച്ച തട്ടിലോട്ട് തന്നെ ഇട്ടിരിക്കുന്നു കേട്ടോ, അതിന് കഴിക്കാൻ കൊടുക്കാനായിട്ട്. അപ്പോൾ ഓക്കേ.